തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. OCD എന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അമിതമായ വൃത്തി രോഗം, ഇതാണ് OCD എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു പൂർണ്ണത എത്താതിരിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുടരെ ചെയ്യുക, ഇതും ഒരു OCD എന്ന അസുഖവുമായിട്ടുള്ള ഒരു ബന്ധമില്ലേ? ഈ OCD എന്നൊരു മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? തീർച്ചയായിട്ടും OCD, അതായത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇതിനെക്കുറിച്ച് ഒത്തിരിയേറെ ചർച്ചകളും അതുപോലെ തന്നെ അവയർനെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു അവയർനെസ് കാര്യങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ഒത്തിരിയേറെ വീഡിയോകൾ അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം ഇപ്പോൾ കൂടുതൽ ആൾക്കാരും കാണുന്നുണ്ട്. ഒരു സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചാരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് വൃത്തിരോഗം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്. കാരണം അമിതമായിട്ട് കൈ കഴുകുന്നു, കുളിക്കാൻ ഒത്തിരിയേറെ സമയമെടുക്കുന്നു, പാത്രം കഴുകാനായിട്ട് സമയമെടുക്കുന്നു. അപ്പോൾ വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ നമ്മൾ OCDയെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, തുടരെയുള്ള അതായത് ആവർത്തിച്ചുള്ള ഒരു പ്രത്യേക ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയും ആ ചിന്ത നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുകയും ആ അസ്വസ്ഥത മാറാൻ വേണ്ടി വേറൊരു പ്രവൃത്തിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഈ OCD എന്ന് പറയുന്നത്. അപ്പം OCDയിൽ തന്നെ 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ഒബ്സഷൻ മാത്രം. ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുളച്ചു കയറുന്ന രീതിയിലുള്ള ചില ചിന്തകൾ നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ചിന്തകൾ ഇങ്ങനെ കയറിക്കൊണ്ട് ഇരിക്കുവാണ്. ആ ചിന്തകൾ പല തരത്തിലുള്ളതാവാം, അസ്വസ്ഥത ഉളവാക്കുന്നതാകാം. മേ ബി അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊത്തം രോഗാണുക്കളാണ്, നിങ്ങൾ ഇരിക്കുന്നിടത്ത് മൊത്തം രോഗാണുക്കളാണ്, ഇവിടുന്ന് രോഗം പടരും എന്നുള്ളൊരു ചിന്തകൾ വരാം. അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിട്ട് കയറി വരാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ, അങ്ങനെ ചില ചിന്തകളിലേക്ക് കയറി വരാം. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ചില ചിന്തകൾ ഇത് തീർന്നിട്ടില്ല, ഞാൻ ചെയ്തത് അതിന് ഒരു പൂർത്തി വന്നിട്ടില്ല, അങ്ങനെ ഒരു ചിന്തകൾ വരാം. അപ്പൊ അതിനെയാണ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻട്രൂസീവ് ആയിട്ടുള്ള ഇറസിസ്റ്റന്റ് തോട്ട്സ് ആണത് നമ്മുടെ തലയിലേക്ക് വരുന്നത്. OCD അതായത് ഒരു കമ്പൾഷൻ വരുന്നുണ്ട്. ഒബ്സഷനിലെ ഒരു കമ്പൾഷനാണ് പ്രവൃത്തി. അപ്പൊ എൻ്റെ ചിന്തയിലേക്ക് വരികയാണ്, ഞാൻ ഇരിക്കുന്ന ഇടം ക്ലീൻ അല്ല, അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ പ്രവൃത്തിയിൽ എന്ത് ആക്കും, ഇതൊക്കെ തുടച്ചിടണം. അപ്പൊ ഞാനിങ്ങനെ തുടയ്ക്കുന്നു, അതായത് ആ ചിന്ത വന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തിയിലേക്ക് വരുന്നത്. അപ്പൊ ഈ തുടരെയുള്ള ഈ പ്രവൃത്തിയാണ് മറ്റുള്ളവർ കാണുന്നത്. അപ്പം ഇതുപോലെ തന്നെ പല തരത്തിലുള്ള ഡൗട്ടുകളും ഉണ്ടാകാറുണ്ട്. അങ്ങനെ സംഭവിച്ചോ, അല്ലെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയോ? കാരണം ചില കേസുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് നമ്മളോട് പറയുന്നതാണ്, യോ സിസ്റ്റർ എനിക്ക് പേടിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതൊരു റീഅഷുറൻസ് എടുക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു OCD അല്ലെങ്കിൽ ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് ഈ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകളെ കുറിച്ച് പറയാമോ? ശരിക്കും ഒത്തിരിയേറെ കേസുകൾ നമുക്ക്, പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡിൽ കൂടുതൽ കേസുകൾ ഈ OCD റിലേറ്റഡ് ആണ് എനിക്ക് ഈ അഡൾട്ടിൻ്റെത് വന്നിട്ടുള്ളത്. ഒരു കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏകദേശം ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വിദേശത്ത് ജോലിയായിരുന്നു, ഏകദേശം 3 വർഷമായിട്ട് വിദേശത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പഠിച്ചു പോയി. അതിനുശേഷം അവിടെ ചെയ്യുന്ന ജോലിക്ക് കുറച്ചുകൂടി ഒരു പ്രാവീണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊരു കോഴ്സിന് ചേർന്നു. ആ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ കൂടുതലും ഉള്ളത് അസൈൻമെന്റ് വർക്കുകളാണ്, കൂടുതൽ കോഴ്സ് വർക്കുകളാണുള്ളത്. അപ്പം ഈ കോഴ്സ് വർക്കുകൾ ചെയ്യുന്ന ഒരു സമയത്ത് ഇദ്ദേഹം അസൈൻമെന്റുകൾ കൊണ്ട് കൊടുക്കും ടീച്ചറിന്റെ കയ്യിൽ അല്ലെങ്കിൽ അതിന്റെ കോർഡിനേറ്ററിന്റെ കയ്യിൽ. എന്നിട്ട് എല്ലാ ദിവസവും ചെന്നിട്ട് ചോദിക്കും, ഞാൻ തന്നത് കിട്ടിയായിരുന്നോ, ഞാൻ തന്നത് കിട്ടിയോ? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. അത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ആ ഒരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആ ഒരു വല്ലാത്തൊരു സ്ഥിതിയിൽ നിൽക്കുമ്പോഴത്തേക്കുമാണ് നാട്ടിലേക്ക് വന്നു. നാട്ടിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മുടെ അടുക്കൽ വരുന്നത്. അപ്പോൾ
ഞാൻ എൻ്റെ ഒരു ചീഫ് കംപ്ലയിൻസ് എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലായ ഒരു കാര്യം, 3 വർഷം ആയിട്ട് വിദേശത്താണ്. 3 വർഷം കൊണ്ട് അദ്ദേഹം ഒരു 8ഓളം ഫ്ലാറ്റുകൾ മാറി താമസിക്കുന്നുണ്ട്. അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിസ്റ്ററെ അത് ഇതിൻ്റെ ഓണേഴ്സ് അതിൻ്റെ ലോക്ക് മൊത്തം ഒടിച്ചതിനും പൈപ്പ് ഒടിച്ചതിനും ഒക്കെ എന്നെ പിടിക്കും, അതുകൊണ്ടാന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ഓടിക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യമേ ഓർക്കുന്ന തന്നെ പുള്ളിയുടെ ദേഷ്യം വന്നിട്ട് ചെയ്യുന്നതാണ്. അതൊന്നും അല്ല. പുള്ളിക്കാരന് പുറത്തേക്ക് ഇറങ്ങി ഡോറ് ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കൊരു ചിന്തയാണ്, ഞാൻ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പൊ ചെല്ലുന്നു, ഹാൻഡിലെ പിടിക്കുന്നു, ശക്തമായിട്ട് തിരിക്കുന്നു. അങ്ങനെ തിരിച്ചും പിടിച്ചൊക്കെ വരുമ്പോൾ ഇത് ഒടിയും. അപ്പൊ പുള്ളിയുടെ ചിന്ത, ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല, കള്ളന്മാരാരെങ്കിലും കയറും, എന്തെങ്കിലുമൊക്കെ കട്ടുകൊണ്ട് പോകും. അപ്പൊ ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ടാപ്പ് തുറന്നു കഴിഞ്ഞ് ടാപ്പ് അടച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ വാഷ്റൂമിൽ നിന്ന് ടാപ്പ് അടച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ അദ്ദേഹത്തിന് ചിന്തയാണ്, ഞാൻ ടാപ്പ് അടച്ചിട്ടുണ്ട്. ചെന്നിങ്ങനെ നോക്കിയാൽ അദ്ദേഹത്തിന് മനസ്സിൽ പറയാൻ പറ്റില്ല അടച്ചു എന്ന്. അതായത് ആ ഒരു പുള്ളി പറയണേ, സിസ്റ്റർ എനിക്ക് ആ മനസ്സിന്, എൻ്റെ മനസ്സിനോട് ഇല്ല അത് അടച്ചു കിടക്കുവാണ്, ഞാൻ അടച്ചിട്ടുണ്ട്, വെള്ളം പോകുന്നില്ല എന്ന് അഷ്വർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഒന്നുകൂടി ടാപ്പ് തുറക്കും, പിന്നെ അടയ്ക്കും. ഈ അടച്ചു കഴിയുമ്പോഴത്തേക്കും ആണെങ്കിലും അത് അടഞ്ഞിട്ടില്ല എന്ന് തോന്നി കുറച്ചുകൂടി അങ്ങ് മുറുക്കും. അപ്പൊ ഇത് ടൈറ്റ് ആകുമ്പോഴത്തേക്കും ഒടിഞ്ഞു പോകാം. ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ ഗ്യാസിന്റെ കാര്യത്തിൽ, ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമാണ്, അത് ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇവൻ ഓഫീസിൽ പോയിട്ട് പോലും അദ്ദേഹം പറയാണ്, സിസ്റ്റർ ഒരു ദിവസം തന്നെ ഞാനൊരു 5-6 പ്രാവശ്യം തിരിച്ചു വന്ന് എൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തു എന്ന് നോക്കി സിസ്റ്ററെ. എന്നിട്ട് ഞാൻ അവസാനം പിന്നീട് ഞാൻ തന്നെ സഹികെട്ടിട്ട് ഞാൻ വീഡിയോ പിടിച്ച് ഞാൻ എൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞ് ഓഫാക്കിയിട്ട് ഓഫീസിൽ പോയിരുന്ന ദിവസങ്ങളുണ്ട്. എന്നാലും അവിടെ വെച്ച് ഇത് ഇന്ന് തന്നെയാണോ ഞാൻ ആ വീഡിയോ എടുത്തത് എന്നൊരു ചിന്ത. അപ്പൊ ഈ ഡൗട്ടുമേൽ പിന്നെയും ഡൗട്ടാണ്. അപ്പൊ സംശയത്തിൽ തന്നെ സംശയം വരികയാണ്. ഇതുപോലെ തന്നെ ഇദ്ദേഹം ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട്, ഇപ്പം കിച്ചണിലാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് വേസ്റ്റ് ബിന്നിലിട്ടു. വർക്ക് ചെയ്യാനിട്ടിരിക്കുമ്പോഴത്തേക്കും വേസ്റ്റ് ബിന്നിൽ ഇട്ടതിൽ എന്തെങ്കിലും സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ ഉണ്ടായിരുന്നോ, അങ്ങനെ ഒരു ഡൗട്ട്. എന്നിട്ട് ഇത് വന്ന് മൊത്തം പുള്ളി അത് എല്ലാം നോക്കും. ഈവൺ ഈ ഗാർബേജിൽ പോലും, ഈ വേസ്റ്റ് കൊണ്ട് ഡബ് ചെയ്തിരിക്കുന്ന ഗാർബേജിൽ പോലും പോയി അദ്ദേഹം നോക്കിയിട്ടുണ്ട്. അപ്പം എഴുതിക്കൊണ്ടിരുന്ന അവസ്ഥയാണല്ലേ പറയുന്നത്. ശരിക്കും ഇത് നമ്മൾ നമ്മളിപ്പോ കേൾക്കുമ്പോഴത്തേക്കും ഒരു കഥ കേൾക്കുന്നത് പോലെ ഉണ്ടെങ്കിലും ഒരാളുടെ ജീവിത അനുഭവമാണ്. ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അനുഭവത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ദൈനംദിന ജീവിതത്തെ ഒരുപാട് ഒത്തിരി ബാധിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുവാണ്, സിസ്റ്റർ ഞാനൊരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ടാണ്, ഈ സൈൻ തന്നെയാണോ ഞാൻ ചെയ്തത്, വെട്ടും, എന്നിട്ട് അടുത്ത സൈൻ ചെയ്യും. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കിയോ, ഒഫീഷ്യൽ ഡോക്യുമെന്റുകളിലൊക്കെ ഒരു സൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞുള്ളൊരു പ്രശ്നം. ഇദ്ദേഹം അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിജിറ്റൽ സൈൻ ഉണ്ടാക്കിയിട്ട് ബാക്കി പേപ്പേഴ്സിലെല്ലാം ഡിജിറ്റൽ സൈൻ കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ആക്കി. ഇതുപോലെ തന്നെ ഇദ്ദേഹം പറയാം, സിസ്റ്റർ എനിക്കൊരാളൊരു ചെക്ക് തന്നു, അതിലൊരു സൈൻ ചെയ്ത് ബാങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ചെക്ക് കറക്റ്റ് അല്ല, ചെക്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന സൈൻ കറക്റ്റ് അല്ല എന്ന് ഓർത്തിട്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു വിഷമമായിരുന്നു. അപ്പൊ അവരോട് പിന്നെയും ചോദിച്ചാൽ സൈൻ ഇട്ടാണോ തന്നത്? അപ്പൊ അവര് തന്നെ പറഞ്ഞു, താൻ എന്തോ ഈ പ്രശ്നം, എനിക്ക് താൻ സൈൻ ഇട്ടല്ലേ തന്നത്. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത്. അപ്പം ശരിക്കും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിന്നു പോകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ഇത്തരം ഒത്തിരിയേറെ കേസുകൾ നമുക്ക് വരുന്നുണ്ട്. ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നില്ലേ? അതെങ്ങനെയാ? തീർച്ചയായിട്ടും. ഇപ്പോ ചില ഡിവോഴ്സ് കേസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കേസിൽ ഇങ്ങനെ ഭർത്താവ് പറയുക ചെയ്തത്, സിസ്റ്റർ ഇവള് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കിച്ചണിൽ കയറുന്നതാ, 10 മണി ആയാലും ഒരു ഗ്ലാസ് കാപ്പി അവിടെ നിന്ന് എടുത്തു തരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ അതിശയോക്തിയോടുകൂടി 10 മണി വരെ സിസ്റ്റർ അവളിങ്ങനെ തേച്ച് കഴുകി, പൈപ്പ് തേച്ച് കഴുകി, അവിടെ മൊത്തം തേച്ച് കഴുകി, സ്റ്റവ് കഴുകി, അത് കഴിഞ്ഞിട്ട് വെള്ളം വെച്ച്, എന്നിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തിളച്ച വെള്ളം എടുത്ത് കളയും, എന്നിട്ട് പറയും അതിൻ്റെ അകത്ത് കരടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ഇതുപോലെയാണ് ഇവളുടെ ഒരു കാര്യം. ഇയാളുമായിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? ഒരു ഡിവോഴ്സ് കേസിൽ ഞാൻ കണ്ടത് മ്യൂച്വൽ ഡിവോഴ്സ് കൊടുക്കുവാണ്. അത് പിന്നെ ഹസ്ബൻഡിനാണ് പ്രശ്നം.
ഹസ്ബൻഡ് പറഞ്ഞു ശരിയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആൾക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. ഇവൺ ഒരു ബെഡ്ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു ചുളുക്കലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിടക്കാൻ പറ്റില്ല. കിടന്നുറങ്ങിക്കഴിഞ്ഞ് ചുളുങ്ങോ എന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ കിടക്കുന്നതിന് മുൻപ് ബെഡ്ഷീറ്റ് അങ്ങനെയായിരിക്കുന്നെങ്കിൽ പറ്റത്തില്ല. ഇവനൊരു ഗ്ലാസ് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുന്ന ആ ഇടത്തല്ല ഗ്ലാസ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പറ്റില്ല. അപ്പൊ ദേഷ്യം വരും എന്നാ പറയുന്നത്. ദേഷ്യം വരുമ്പോൾ ഒച്ചയെടുക്കും, ചിലപ്പോൾ അത് അടിയിലെങ്കിലും കലാശിക്കും. അപ്പൊ അങ്ങനെയായി ഇവർ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് അത് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളെയും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് ഈ OCD. കുട്ടികളെ ഇതെങ്ങനെയാ ബാധിക്കുന്നത്? അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സ്കൂളുകളിൽ എങ്ങനെ എന്തൊക്കെ ചെയ്യാം ഇവർക്ക് വേണ്ടിയിട്ട്? നമ്മൾ കുട്ടികളുടെ കേസുകളും ഇതേപോലെ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടിയെ ഇതേപോലെ കൊണ്ടുവന്നത് സ്കൂളിലേക്ക് ഇറങ്ങും, ബാഗുമായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് കൊച്ചു തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് പറയും, അമ്മ ഞാൻ പേന എടുത്തിട്ടില്ല. മോനെ നീ അവിടെ നിന്ന് നോക്കിയാൽ പോരെ, പേനയുണ്ടോന്ന്. ഇല്ല, അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ബാഗിലുള്ള മറ്റു സാധനങ്ങൾ താഴോട്ട് പോയാലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് പേനയുണ്ട് മോനെ, പേനയുണ്ട്. അമ്മ പിന്നെയും പറഞ്ഞു വിടും. എന്നാലും കുഞ്ഞിന് ഭയങ്കര ടെൻഷനാ. അപ്പൊ ഈ കുഞ്ഞ് അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ടാണ് ടീച്ചേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞത് കുട്ടിക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കുട്ടിക്ക് എപ്പോഴും ഡൗട്ടാണ്, ഞാൻ പേന എടുത്തോ, ഞാൻ എൻ്റെ ബുക്ക് എടുത്തോ, പിന്നെ ഞാൻ എന്തെങ്കിലും ചീത്ത വാക്ക് വേറൊരാളോട് പറഞ്ഞു പോയോ. അപ്പം നമ്മൾ പറയും മോനെ അതെങ്ങനെയാ, അത് അത് കുട്ടൻ എന്താ അത് പറയുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറയുന്നതാ, സിസ്റ്റർ ചീത്തവാക്ക് ആരോടും പറയാൻ പാടില്ലല്ലോ, പക്ഷെ എൻ്റെ മനസ്സിൽ പറയുവാണ് ഞാൻ എൻ്റെ അടുത്തിരുന്നവനോട് ചീത്തവാക്ക് പറഞ്ഞു പോയി. ഇട്ട് കുട്ടി ചോദിക്കുകയോ കൊച്ചിനോട്, എടാ ഞാൻ അങ്ങനെ പറഞ്ഞോ നിന്നോട്, ഞാൻ ചീത്ത എന്തെങ്കിലും പറഞ്ഞോ. അപ്പൊ റീഅഷുറൻസ് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചൈൽഡ്ഹുഡ് ഒത്തിരി ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കുഞ്ഞ് കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഒരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ആ ഒരു OCD എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. നമ്മൾ പറഞ്ഞു വെക്കുമ്പം ഇതൊരു മാനസിക രോഗമാണ്, അല്ലെങ്കിൽ ഒരു മാനസിക ആരോഗ്യത്തിന് വിഭിന്നമായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചാലും ഇത് അനുഭവിക്കുന്നവര്, ആ എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു രോഗമാണ് കാണുന്നതെങ്കിൽ, നമ്മുടെ ഇടയ്ക്ക് വന്ന് പറയുന്നവർ ഇതുപോലത്തെ ഒരു ലക്ഷണങ്ങളാണ് പറയുന്നതെങ്കിലും നമുക്ക് കൊമോർബിഡ് ആയിട്ട് ഇതിനോട് ചേർത്ത് വെക്കുന്ന രീതിയിൽ അവർക്ക് ഡിപ്രഷനും കാണാം. ഞാനിപ്പോ അധ്യാപന ആ ഒരു മേഖലയുമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു കുട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു എക്സാം എഴുതുമ്പോൾ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ എനിക്ക് പറ്റുന്നില്ല എന്ന്. ഇതൊക്കെ വാരി വലിച്ച് എഴുതുന്ന രീതി, ആ എവിടെ നിർത്തണം, അല്ലെങ്കിൽ ആ ഫുൾ സ്റ്റോപ്പിന് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഇതൊരു ഇൻട്രൂസീവ് തോട്ടാണ്. ആ ഇൻട്രൂസീവ് തോട്ട്, അതായത് ഇങ്ങനെ ഉള്ളിലേക്ക് വരികയാണ്, നീ എഴുതിയിരിക്കുന്നതിൽ ആൻസർ ഒന്നുമില്ല, ഇനി എഴുതാനുണ്ട്. അപ്പൊ കുട്ടി എഴുതിക്കൊണ്ടിരിക്കുവാണ്. ചില കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എഴുതുന്നു അത് അപ്പോഴും വെട്ടും. കാരണം അവര് പറയുന്നത് അയ്യോ ഞാൻ എഴുതിയതിൻ്റെ അകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നാ തോന്നുന്നത്. അത് അതായത് അതിനെ സ്ട്രൈക്ക് ഓഫ് ചെയ്യുക എന്നുള്ളത് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നു, അങ്ങ് ചെയ്യുന്നു. അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില കുട്ടികളിലാണ് നമ്മൾ ഈ അതായത് ഒരു കമ്പൾഷൻ കൂടി ഉള്ളത്. ചില കുട്ടികൾ അങ്ങനെ ചുമ്മാതിരുന്ന ക്ലാസ് കേൾക്കുന്ന സമയത്തും അടുത്തുള്ളത് ഇങ്ങനെ തൊട്ടുമുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ കണ്ണടച്ചുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു ജസ്റ്റർ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു കുട്ടിയെ ടീച്ചർ ശ്രദ്ധിച്ചത് ജസ്റ്റർ കാണിക്കുന്നു, എന്തോ ഒരു പ്രശ്നം, നീ എന്താ അങ്ങനെ കാണിക്കുന്നത്, കുറിച്ച് മിണ്ടത്തില്ല. അറിയുന്നുണ്ടാവില്ല അല്ലെ കുട്ടി അങ്ങനെ കാണിക്കുന്നത് എന്താ. ചില സാഹചര്യം കുഞ്ഞ് അറിയുന്നുണ്ട്. അതായത് കുട്ടി പറയുന്നൊരു കാര്യം, സിസ്റ്റർ എൻ്റെ വീട്ടില് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കണ്ണടച്ച് തുറക്കുമ്പോഴാണ് എൻ്റെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം എവിടുന്നോ കിട്ടിയ ഒരു ഐഡിയ കുഞ്ഞിൽ ആദ്യമേ അതൊരു ഐഡിയ ആയിട്ട് വന്നു,
പിന്നെ അതിനുശേഷം അതൊരു ഓവർ വാല്യൂഡ് ഐഡിയയായി, പിന്നീട് അത് ഹബിച്യുവേഷനായി, അപ്പൊ അത് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അപ്പം അതുപോലെ തന്നെ കുട്ടികളിൽ തന്നെയാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവര് ആവശ്യമില്ലാതെ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് തന്നെ അതിന്റെ കാര്യകാരണ സഹിതം അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതവർക്കൊരു ആങ്സൈറ്റി കൊടുക്കുന്നതാണ് എങ്കിൽ അതിന് വേണ്ടുന്ന തെറാപ്പിയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മെഡിസിൻ കാര്യങ്ങളോ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോ സിസ്റ്റർ പറഞ്ഞു വരുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഒട്ടും ഒരു ഏകാഗ്രത കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് അവരുടെ ഏതൊക്കെ മേഖലകളെ ബാധിക്കാം? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പഠനത്തെ ബാധിക്കാം, ജോലിയെ ബാധിക്കാം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബാധിക്കാം. അതുപോലെ തന്നെ അവർക്കൊരു ഗോൾ ഉണ്ടായിരിക്കാം, പക്ഷെ ആ ഒരു ഗോളിലേക്ക് ചെന്നെത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥ അതിലുണ്ടാകാം. അപ്പം പലപ്പോഴും പലരും ചോദിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇതിന്റെ ഒരു കാരണം ചിലപ്പോൾ ചോദിച്ചു തുടങ്ങും. അപ്പൊ നമുക്കിതിന് വ്യക്തമായ ഇന്നത് കൊണ്ടുള്ള ഒരു കാരണം എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തൊരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള മാറ്ററുകളുണ്ട്. അതായത് നമ്മുടെ തലച്ചോറാണല്ലോ നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ തലച്ചോറെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കൊട്ടത്തേങ്ങ പോലെ ഇരിക്കുന്ന ഒരു കാര്യം എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഓരോ ഏരിയകളും ഓരോ റീജിയനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂറോണും ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പം ഈ നമ്മുടെ ഈ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നമ്മുടെ ഒരു തലമുടി നാരിൻ്റെ ഒരു 100-ൽ ഒരു അംശത്തിനൊരു പ്രശ്നം വന്നാൽ പോലും നമ്മുടെ ചിന്താഗതികളെ അത് മാറ്റാം, നമ്മുടെ പ്രവർത്തനങ്ങളെ അത് മാറ്റാം. അപ്പോൾ ഇതേപോലെ കൂടുതലും നമ്മുടെ സബ് കോർട്ടിക്കൽ ലെവലുള്ള പ്യൂട്ടാമൻ, ഗ്ലോബസ് പാലിഡസ് എന്നൊക്കെ പറയുന്ന റീജിയനുകളിൽ ഉണ്ടാകുന്ന സ്റ്റിമുലേഷൻസ് ഇതിലേക്ക് നയിക്കാം. അപ്പോൾ ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള തലച്ചോറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ന്യൂറോളജിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇതുപോലെ ആകാം. കാരണം ഞാനൊരു കേസ് ഓർക്കുന്നുണ്ട്, ഒരു ആക്സിഡന്റിന് ശേഷം അദ്ദേഹത്തിന് ഇതേപോലെ ഒരു OCD സിംറ്റംസ് ആണ് കാണുന്നത്. എന്ത് ചെയ്താലും റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പാത്രം കഴുകിക്കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുവന്ന് കഴുകുക, കഴിക്കാനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ആദ്യമേ തന്നെ 2-3 പ്രാവശ്യം വായിലേക്ക് ഭക്ഷണം എടുത്തു വെക്കുന്നു, പിന്നെ കൈ എടുക്കുന്നു, പിന്നെ 2-3 പ്രാവശ്യം അദ്ദേഹത്തിന് ടാപ്പ് ചെയ്യണം. അതിന് ശേഷമേ. അപ്പം ടാപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അതിന് ദഹനത്തിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ വരികയാണ്. അപ്പൊ അതൊരു ആക്സിഡന്റിന് ശേഷമാണ് അതുണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഈ നമ്മുടെ പോസ്റ്റ് ആക്സിഡന്റ് അല്ലെ പോസ്റ്റ് ഇഞ്ചുറി, ബ്രെയിൻ ഇഞ്ചുറി, ചില കേസുകളിലൊക്കെ ഇതേപോലത്തെ OCD ഫീച്ചേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് സൈക്കോളജിക്കൽ മാറ്റേഴ്സാണ്. അതായത് ആങ്സൈറ്റി റിലേറ്റഡ് ആണ്. ഈ OCD തന്നെ വരുന്നത് ആങ്സൈറ്റി സ്പെക്ട്രത്തിൽ വരുന്നുണ്ട്. അതായത് ഓവർ ആങ്ഷ്യസ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ കുട്ടികളുടെയൊക്കെ ചില കേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ആഫ്റ്റർ കോവിഡിന്റെ കാലഘട്ടത്തിൽ എല്ലാം റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അപ്പൊ ഒരു പേടിപ്പെടുത്തുന്ന ഭീതികരമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലൂടെ കടന്നുപോയി. അപ്പൊ രോഗാണുക്കളെ കുറിച്ച്, രോഗം വന്നാൽ മരിച്ചു പോകും, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രിയോക്യുപ്പേഷൻ കുഞ്ഞിന്റെ തലയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആങ്സൈറ്റി ഇതിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ചില ഹബിച്യുവേഷൻസ്, അതായത് ചില പ്രവൃത്തികൾ ചെയ്ത് പിന്നീട് അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു കേസ് കണ്ടത് ഞാൻ ഓർക്കുകയാണ്. ഇതേപോലെ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ ഒരു അവയർനെസ് പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുത്തു അല്ലെങ്കിൽ കണ്ടു. അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിനൊരു ഡൗട്ടാണ്, എനിക്കിതുപോലെ ഒരു പ്രശ്നമുണ്ടോ. എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രശ്നം അയാൾക്ക് തുടങ്ങിയത് അന്നത്തെ ആ ഒരു പ്രോഗ്രാമിൽ നിന്നാണ്. പ്രോഗ്രാം കേട്ടു, അതിനുശേഷം പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമും കേൾക്കുക, എന്നിട്ട് ആ ഒരു പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്നൊരു ചിന്ത വരിക. അപ്പൊ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ പുറമേ നിന്ന് നമ്മളിലേക്ക് തന്നെ ആരോ ശക്തമായിട്ട് പറയുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ അത് ഉണ്ടാകുന്നു. അതാണ് കൂടുതൽ. ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ചിന്തകളെ അതിലും മറ്റുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് മാറ്റി നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ? പലപ്പോഴും നമ്മൾ പറഞ്ഞ ഈ OCDയിൽ നമ്മൾ ഒബ്സഷനിൽ വരുന്ന ചിന്തകള് നമുക്ക് അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. അപ്പൊ അത് മാറാനാണ്
ഈ ഒരു കമ്പൾഷൻ, അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. പക്ഷേ ഈ OCD-യിൽ ഈ കമ്പൾഷൻ ചെയ്തത് കൊണ്ട്, അതായത് ഈ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ട് ഇയാൾക്ക് ഈ അസ്വസ്ഥത മാറുന്നില്ല. ആ ഒരു സമയത്ത് ഒരല്പം ഒരു ആശ്വാസം കിട്ടുന്നു, പക്ഷെ പിന്നീട് ആ പ്രവൃത്തി നിർത്താൻ പറ്റാതെ വരുന്നു. അതാണ്. അപ്പം എന്തൊക്കെയോ ചിന്തകൾ വരികയാണ്. പിന്നെ ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അയാൾ ചിന്തിക്കുന്നത് എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഒരു ചിന്ത വരുമ്പോഴത്തേക്കും ഇയാൾക്ക് എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ സ്റ്റേജിൽ വിളിച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ തന്നെ അയാൾക്ക് പോയി നിൽക്കുക. അപ്പൊ ഇതേപോലെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരിക്കലും ഈ ഒരു അസ്വസ്ഥത മാറാനായിട്ട് ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് മാറണം എന്ന് ഇല്ല. ഈ OCD വന്നു കഴിഞ്ഞാൽ അതിന് പറ്റിയ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? നമ്മൾ പലപ്പോഴും ഈ OCD ആദ്യകാലങ്ങളിൽ കണ്ടുപിടിക്കില്ല. കാരണം അയാളിൽ തന്നെ ഒരു അസ്വസ്ഥതയാണുള്ളത്. പക്ഷെ അത് എത്രമാത്രം വേറൊരാൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട OCD-യും ഉണ്ട്, OCPD-യും ഉണ്ട്. അതായത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അയാളീ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് അമിത വൃത്തിയാണെന്ന് മറ്റുള്ളവരൊക്കെ പറയുന്നത്, പക്ഷെ ഇത്രയെങ്കിലും വൃത്തി വേണ്ടേ? കാരണം അയാൾ ചെയ്യുന്നൊരു കാര്യം അത് അയാളുടെ നോർമൽ വേ ആണ്. പക്ഷെ OCD-യിൽ അയാൾക്ക് അറിയാം ഇതെനിക്ക് അസ്വസ്ഥത വരുത്തുന്നുണ്ട്, ഇത്രയൊന്നും ഞാൻ ചെയ്യണ്ട, പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മെഡിസിൻസിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ സപ്പോർട്ട് അതിൻ്റെ ഒരു ന്യൂറോളജിക്കൽ ബാലൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ബാലൻസിന് വേണ്ടിയിട്ട് നമുക്ക് വേണം. ഇനി അതോടൊപ്പം തന്നെ സൈക്കോതെറാപ്പി ഇതിനാവശ്യമാണ്. നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റിലാക്സേഷൻ ആണ് വേണ്ടത്. അതായത് ആ വ്യക്തിയെ നമ്മൾ സ്വസ്ഥമാക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. റീഅഷ്വറൻസ്, ഇത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിച്ച് അയാളിൽ തന്നെ ഒരു റീഅഷ്വറൻസ് കൊടുക്കണം. പിന്നെ ERP, അതായത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഇയാൾക്ക് ഈ ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് അതിന് അയാൾ അതിനെ മറികടക്കാനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെ ചെയ്യിക്കാതിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഒരു ആൻസൈറ്റിയുടെ ലെവല് ഒരു ഒപ്റ്റിമം ലെവലിൽ എത്തുന്നുണ്ട്, ഒരു മാക്സിമം ലെവലിൽ എത്തിയതിനു ശേഷം അത് അതുപോലെ തന്നെ താഴേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ OCD കേസുകളിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്നു. കാരണം ഈ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അവര് മദ്യത്തിലേക്കോ അല്ലെങ്കിൽ നിക്കോട്ടിനിലേക്കോ മറ്റു സിന്തറ്റിക് ഡ്രഗുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതും നമ്മൾ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ആങ്സൈറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരിസ്ഥിതിയിലാണ് അയാളെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറ്റണം. ഇപ്പോൾ ചില OCD കേസുകൾ നമ്മൾ വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കും ജോബ് സ്ട്രെസ് അയാൾക്ക് ഇതുണ്ടാക്കുന്നുണ്ട്. അപ്പം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അയാളെ തന്നെ റിലാക്സ് ആക്കുക. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാമിലിയുമായിട്ട് ഇത് ചർച്ച ചെയ്യണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടി തീർച്ചയായിട്ടും കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും പാരന്റൽ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പിയർ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കപ്പിളിലൊക്കെ ആണെങ്കിൽ ലൈഫ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ട് ഇതിന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം കൂടുതലും ഒരു ആങ്സൈറ്റിയിൽ നിന്നും റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് ആളെ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യാനുള്ളൊരു റെമഡി. ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കുക. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇതുപോലെയുള്ള മാനസികാരോഗ്യ ചർച്ചകളും മാനസികാരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ബോധവാന്മാരാണ്. അവയർനെസ് പോലെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രവൃത്തിയിൽ, നമ്മുടെ ഒരു ജീവിതത്തിൽ ഇതുപോലൊരു രോഗാവസ്ഥയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗൂഗിൾ സെർച്ചിലേക്ക് പോവാതെ പ്രൊഫഷണൽസുമായിട്ട് ഇതിനെ ഡിസ്കസ് ചെയ്യാനും വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സയിലേക്കും അതിൻ്റെ ഒരു ക്യൂർനെസ്സിലേക്കും കടന്നു വരാനും ശ്രമിക്കണം.
മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. താങ്ക് യു. പുതിയൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ, ഏറെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി.